നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്ലുന്താഴം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കൊല്ലം ബൈപ്പാസ് വഴി കല്ലുന്താഴം വഴി തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് ഇപ്പം നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. അവിടെ മൊത്തം അടച്ച് പൂട്ടിയിരിക്കുകയാണ്. അപ്പം പോകുന്ന വാഹനങ്ങളെല്ലാം ഇപ്പം തിരിച്ചു വരുന്നത് കാണാൻ പറ്റും. പോകാൻ വഴിയില്ലാതായിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കല്ലുന്താഴം ഭാഗത്ത് വന്നിട്ട് കൊല്ലത്തോട്ടും പോകാം, ഇടത്തോട്ടും ഒക്കെ പോകാം. നേരെ ആയത്തിൽ ഭാഗം വഴി കൊട്ടിയം ഭാഗത്തോട്ടൊന്നും ഇപ്പം പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം ഞാൻ അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തെ വീഡിയോ കൂടെ എടുക്കണമെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അവസാനം കല്ലുന്താഴം ഭാഗത്ത് വന്ന് നിന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഡ്രോൺ എടുത്ത് പറപ്പിച്ചതാണ്. നേരെ ഇപ്പം നമ്മളിനി കല്ലുന്താഴത്ത് നിന്ന് നേരെ അയത്തിൽ ഭാഗത്തോട്ടുള്ള പോക്കാണ് പോകുന്നത്. പോയിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പം കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയത്തിൽ ജംഗ്ഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ പണി പുരോഗമിച്ചിട്ടുണ്ട്. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിനകത്ത് റീല് കണ്ടപ്പോൾ നമ്മുടെ 3T വീഡിയോ ഷമീർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അയത്തിൽ ജംഗ്ഷൻ്റെ മുകളിൽ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള പോസ്റ്റാണ്. നമ്മളിപ്പം അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ മുകളിലുള്ള ടാറിംഗ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ടുള്ള മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ മുമ്പോട്ട് തെക്കോട്ട് കൊട്ടിയം ഭാഗത്തോട്ടുള്ള ടാറിംഗ് വർക്കുകളും കുറച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ വരെ പോയുള്ളൂ. ഇവിടുന്ന് പിന്നെ നമ്മളിനി തിരിഞ്ഞ് നേരെ മൈലക്കാട് ഭാഗത്തോട്ടുള്ള നേരെ കല്ലുന്താഴം ഭാഗത്തോട്ടുള്ള കാഴ്ചകളിലേക്കാണ് കാണാൻ പോകുന്നത്. ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ തിരിഞ്ഞ് നേരെ കല്ലുന്താഴം ഭാഗത്തോട്ട് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വണ്ടികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കിടപ്പുണ്ട്. ബാക്കിയുള്ള മീഡിയൻ വരുന്ന ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെക്കാനുണ്ട്. പണി പുരോഗമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 2-3 മാസത്തോളം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കല്ലുന്താഴത്തേക്ക് പണികൾ പൂർത്തിയാകാൻ. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ. നമ്മൾ ഈ അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് 2 സൈഡിലും സർവീസ് റോഡ് ഇച്ചിരി ഉയർന്ന പ്രദേശമായിരുന്നു. ഈ ഒരു ഭാഗത്ത് ഇടയ്ക്കായിട്ടായിരുന്നു പലപ്പോഴും ഈ ഡ്രഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണ് കൊണ്ടുവന്ന് അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തെ കാഴ്ചകളായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാഴ്ചകളായിരുന്നു. നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണ് അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ ടാറിംഗ് വർക്കുകളുടെയൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് കോൺക്രീറ്റ് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. 2 സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ്. സർവീസ് റോഡ് വഴിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കല്ലുന്താഴം ഭാഗത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കല്ലുന്താഴം ഭാഗത്ത് റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാൻ പോവുകയാണ്. അത് ഇങ്ങോട്ട് തെള്ളി തുടങ്ങിയിട്ടില്ല കേട്ടോ. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പം പാൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ അവിടെ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റത്തില്ല. ഇവിടെ വരെയൊക്കെ വാഹനങ്ങൾ വരും. സർവീസ് റോഡിൽ കൂടിയൊക്കെ വാഹനങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അവർ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് കൊണ്ടുവന്ന് ആ കല്ലുന്താഴം ഇപ്പം നിലവിലുള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് നടന്നു പോകാനുള്ള വീതി ഇട്ടിട്ടുണ്ട്. അല്ലാതെ സ്കൂട്ടറൊന്നും അതുവഴി അങ്ങോട്ട് കടന്നു പോകത്തില്ല. ഇനിയിപ്പം 2 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കല്ലുന്താഴം ഭാഗത്തെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണി പുരോഗമിക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ എടുക്കുന്ന സമയത്ത് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കുന്നത് പോലാവും. കല്ലുന്താഴം വരെ വന്നിട്ട് പിന്നെ നമ്മൾ ചുറ്റിക്കറങ്ങി അയത്തിൽ പോയിട്ട് ചുറ്റിക്കറങ്ങി പിന്നെ കല്ലുന്താഴം ഭാഗത്ത് വന്നിട്ട് വേണം പിന്നെ ബാക്കിയുള്ള മങ്ങാട് കടവൂർ ഭാഗത്തോട്ടുള്ള പോക്ക് പോകാനെന്ന് വേണം കരുതാൻ. അല്ലാതെ നമുക്ക് നേരെ പഴയ പോലെ പോകുന്ന പോലെ എടുക്കാൻ പറ്റത്തില്ല. ഇനി കുറച്ച് ചുറ്റിക്കറങ്ങിയൊക്കെ വന്നിട്ട് വേണം കൊല്ലം ബൈപ്പാസിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം തെള്ളി നീക്കുന്ന ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. അതിനി തുടങ്ങാൻ പോവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ കല്ലുന്താഴം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് തൊട്ടപ്പുറത്തെ സൈഡിലായിട്ടുള്ളത് കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട്, അതായത് പഴയ നമ്മുടെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയും പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന അണ്ടർപാസിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് പ്രധാനമായിട്ടും വരേണ്ടത്. പിന്നെ ഇതിങ്ങനെ തെള്ളി ഇങ്ങോട്ട് നീക്കുകയും വേണം.
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അയത്തിൽ ഭാഗത്തോട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയും ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മിക്കവാറും ഇവിടുത്തെ ഈ ഒരു കല്ലുംതാഴം ഭാഗം ഓപ്പണാക്കി കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇത് തെള്ളി നീക്കി തുടങ്ങുന്ന സമയത്ത് കുറച്ചൊക്കെ നീക്കി തുടങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് കല്ലുംതാഴം ഭാഗത്തെ ഏറ്റവും പുതിയ ആകാശ ദൃശ്യങ്ങൾ. നിലവിലിപ്പം വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതിനുള്ള നിയന്ത്രണമുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് യൂട്യൂബിനകത്ത് തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഇതുവഴിയൊക്കെ പോകേണ്ടതെന്നുള്ളത് കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ആറുവരിപ്പാതയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പം പല സ്ഥലത്തും അണ്ടർപാസ് ഇല്ലാത്തതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അണ്ടർപാസ് ഇല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ജനങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്തെ കാര്യം അങ്ങനല്ല. ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന നിലവിലെ പഴയ പാലത്തിൻ്റെ വലത്തേ സൈഡിൽ ഒരു സർവീസ് റോഡും കൂടെ ഉണ്ടായിരിക്കണം. സർവീസ് റോഡിന് വേണ്ടിയിട്ട് ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയും കൂടെ പണി ആ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് വരുന്ന വാഹനങ്ങൾ കല്ലുംതാഴത്തെത്തിയിട്ട് തിരുവനന്തപുരം ഭാഗത്തോട്ട് തിരിയാൻ ഫ്രീ ലെഫ്റ്റ് കയറി പോകാൻ ഒരിക്കലും പറ്റത്തില്ല. അവിടെ ഇപ്പം സർവീസ് റോഡ് ഇല്ല. ആ ഒരു കാരണം കൊണ്ട് നേരെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ മങ്ങാട് പാലം കയറി ഇറങ്ങി നേരെ കടവൂർ ഭാഗത്ത് പോയിട്ട് തിരിഞ്ഞിറങ്ങി വരേണ്ടി വരും. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മളിപ്പം അങ്ങനെ പറഞ്ഞത്. നമ്മളിപ്പം നേരെ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഇടത്തേ സൈഡിൽ ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട്. ഈ സർവീസ് റോഡിൽ നിന്ന് നേരെ ആറുവരിപ്പാതയിലോട്ട് കയറി പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എൻട്രി പോയിൻ്റാണ്. അതേപോലെ തന്നെ വലത്തേ സൈഡിലായിട്ട് ഒരു എക്സിറ്റ് പോയിൻറ്റും ഉണ്ട്. അതായത് എറണാകുളം ഭാഗത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തോട്ട് വരുമ്പോൾ വലത്തേ സൈഡിലായിട്ട് കല്ലുംതാഴം എത്തുന്നതിന് മുമ്പായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടൊരു എക്സിറ്റ് പോയിൻ്റ്. അത് പറയാൻ കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഭാഗത്തെ എൻട്രി പോയിൻ്റ് എക്സിറ്റ് പോയിൻറ്റിനെ പറ്റി ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പം അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഇടയ്ക്കായിട്ട് തന്നെ മീഡിയം വരുന്ന ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു കോൺക്രീറ്റ് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അത് തുടങ്ങിയിട്ടില്ല. ആ ഒരു പണിയാണ് ഇനി അവിടെ പുരോഗമിക്കേണ്ടത്. പാലത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും ലൈൻ മാർക്കിങ് കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്തുകൂടിയല്ല വാഹനങ്ങൾ കടന്നു പോകുന്നത്. രണ്ട് സൈഡിലോട്ടും പോകുന്ന വാഹനങ്ങളിപ്പം ഇടതുഭാഗത്തായിട്ട് 3 വരിക്കായിട്ടുള്ള വീതി കൂടെയുള്ള സ്ഥലത്തുകൂടിയാണ് കടന്നു പോകുന്നത്. പാലത്തിൻ്റെ ഇടത്തേ സൈഡിലാണ് കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കൊടുത്തിരിക്കുന്നത്. വലത്തേ സൈഡിലുള്ള 3 വരി നമുക്ക് തോന്നും 2 വരിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അവിടെ 3 വരിയാണ്. ഇടയ്ക്കൊരു വെള്ള ലൈൻ പോലെ കാണുന്നത് സത്യത്തിൽ പഴയ പാലവും പുതിയ പാലവുമായിട്ട് കണക്റ്റ് ആവുന്ന ഭാഗത്തെ ഒരു ജോയിൻ്റാണ് ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. മങ്ങാട് കടവൂർ പാലം കഴിഞ്ഞ് വെച്ച് നേരെ കടവൂർ എത്തുന്നതിന് മുമ്പ് അതിന് ഇടയ്ക്കായിട്ടുള്ള സ്ഥലത്തെ കാഴ്ചകളാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ വയഡക്റ്റ് വരേണ്ടത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് പണികളൊന്നും പിന്നെ പുരോഗമിച്ചിട്ടില്ല. അതേപോലെ തന്നെ കിടക്കുകയാണ്. പണികളിഞ്ഞി ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് പൊളിച്ചിട്ടിട്ടുണ്ട്. പഴയ റോഡ് പൊളിച്ച് ഇളക്കിയിട്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. നമ്മൾ പിന്നെ നേരെ ഇനി മങ്ങാട് കടവൂർ ഭാഗത്തെ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. കടവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇവിടുന്ന് പിന്നെ നേരെ അങ്ങോട്ട് മങ്ങാട് പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ നേരത്തെ കണ്ട സ്ഥലം തന്നെയാണ്. പൊളിച്ചെല്ലാം ഇട്ടിരിക്കുകയാണ്. പക്ഷേ പണി തുടങ്ങിയിട്ടില്ല. ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ തിരിഞ്ഞ് കടവൂർ അണ്ടർപാസിൻ്റെ അടുത്ത് ഇത് നേരെ അങ്ങോട്ട് കൊല്ലം ഭാഗത്തോട്ട് പോകുന്ന കാഴ്ചകളാണ്. ഇവിടുന്ന് നമ്മൾ നേരെ ഇനി തിരിഞ്ഞ് നേരെ നീരാവിൽ പാലം കഴിഞ്ഞിട്ട് നേരെ കുരീപ്പുഴ പഴയ ടോൾ പ്ലാസ നിലനിന്നിരുന്ന സ്ഥലത്തെ കാഴ്ചകൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിയും. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കടവൂർ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഉള്ളത്. നേരെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കാവനാട് ഭാഗത്തോട്ടുള്ള ഡയറക്ഷനിലോട്ടാണ് നിൽക്കുന്നത്. അപ്പം അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ വയഡക്റ്റാണ് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തായിട്ട് ഇപ്പം ടാറിങ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും മീഡിയം വരുന്ന ഭാഗത്തായിട്ട് തന്നെയുള്ള പണികൾ ഇനി പുരോഗമിക്കാനുണ്ട്. രണ്ട് സൈഡിലും ഫ്രിക്ഷൻ സ്ലാബ് വരുന്ന ഭാഗത്തായിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റും ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഈ ഒരു ഭാഗത്ത് ടാറിങ് വർക്കുകൾ. കടവൂർ അണ്ടർപാസിൻ്റെ മുകളിൽ ഈ ഒരു ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ
ടാറിംഗ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. നമ്മൾ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നത് നീരാവിൽ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. നീരാവിൽ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തേ സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ മീഡിയൻ വരുന്ന ഭാഗത്തെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് പണി ഈ ഒരു ഭാഗത്തായിട്ട് കുറേ കൂടി പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നേരെ നമ്മൾ ഇനി കുരീപ്പുഴ ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ കുരീപ്പുഴ ഭാഗത്തോട്ടൊക്കെ അടുക്കുമ്പം അവിടെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വലത്തേ സൈഡിലൊക്കെ ആയിട്ട് തന്നെ ഈ സർവീസ് റോഡിൻ്റെ സൈഡിൽ അവർ വലത് ഭാഗത്തായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് വലത്തേ സൈഡിലൊക്കെ ഫുട്പാത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു തറയോടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡിനെയും ഫുട്പാത്തിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ ചെറിയ ഇരുമ്പിൻ്റെ വേലി പിടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നതും പണി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് കൊണ്ട് കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. കറങ്ങിയടിച്ചൊക്കെയാണ് വന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റായി പോയി. നിർത്തിയെടുത്ത് വരുമ്പം ഹോം പോയിൻ്റൊക്കെ ഡ്രോണിൻ്റെ അപ്ഡേറ്റ് ആക്കി വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും. അങ്ങനെ കുറച്ച് സമയം പോയതല്ല പ്രശ്നം, ഭയങ്കരമായിട്ടുള്ള വെയിലാണിപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇനിയും വെയിൽ കൂടുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് വീട് പിടിക്കാമെന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പോയത്. പക്ഷേ കാര്യങ്ങൾ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെയൊക്കെ ഒരു അണ്ടർപാസ് ഉണ്ടായിരുന്നു. അണ്ടർപാസിൻ്റെയൊക്കെ പണികൾ ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അതിനിടയ്ക്കായിട്ടുള്ള ഈ സ്ഥലത്തെ പണികൾ ഇത്രത്തോളം കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സത്യത്തിൽ കല്ലുന്താഴം ഭാഗത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഈ ഒരു ഭാഗത്തെ എല്ലാം കൂടെ കാണിച്ചെന്നേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.